ഡോക്ടർ ബാലു. ഓ ഡോക്ടർ ബാലു. ഞാൻ ഡോക്ടർ മധു. മധു, അതായത് തേൻ. വളരെ മധുരമുള്ള പേരാണല്ലോ. അടിപൊളി, കൊള്ളാം. സത്യത്തിൽ ഞാൻ താങ്കളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ താങ്കളുടെ ഒരു വലിയ ഫാനും കൂടിയാണ്. അയ്യോ, ആ ഫാനല്ല, ഞാൻ താങ്കളുടെ ആരാധികയാണ്. ഇന്നു മുതൽ ഞാൻ താങ്കളുടെ ഒപ്പമാണ് ജോലി ചെയ്യുന്നത്. താങ്കൾക്കതിൽ പ്രശ്നമില്ലല്ലോ? എനിക്ക് ഒരു പ്രശ്നവുമില്ല. അഥവാ പ്രശ്നം ഉണ്ടായാൽ തന്നെ ആ പ്രശ്നത്തെ ഞാൻ പ്രശ്നമല്ലാതാക്കി തീർക്കും. അഥവാ എനിക്കത് പ്രശ്നമായി തോന്നിയിരുന്നെങ്കിൽ ആ പ്രശ്നം ഞാൻ തുറന്നു പറഞ്ഞ് പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കിയേനെ. താങ്കൾ ശരിക്കും വളരെ ഫണിയാണ്. ശരി, എന്റെ കൂടെ വരൂ. എന്നെ ഈ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ചുറ്റി കാണിക്കൂ. തീർച്ചയായും ഞാൻ കൂടി വരാം. നമുക്ക് ഇപ്പൊ തന്നെ പോകാം. അയ്യോ, ബാലു ഡോക്ടറെ, നാട്ടിലെ ലോക്ക്ഡൌൺ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് നീട്ടുന്നില്ലേ? സാറെന്താ ഞാനടിച്ച ഹോണൊന്നും കേട്ടില്ലേ? അടി കൈ. ചിലപ്പോ ഡോക്ടറിന്റെ ചെവി അടിച്ചു പോയായിരിക്കും, അതാണ് ഇങ്ങനെ കിടന്നൊക്കെ ഇറങ്ങുന്നത്. ഇവിടെ വരൂ. ഞാൻ ഓർമ്മകളിൽ അലിഞ്ഞുപോയി, ഓടി മാറാൻ മറന്നുപോയി. മധു, നീ ഡോക്ടറാണ്, പറക്കുന്ന ഹെലികോപ്റ്ററാണ്. നിന്റെ ഈ സ്വഭാവത്തിൽ ഞാൻ സന്തോഷവാനുമാണ്. പക്ഷെ ഇവന്റെ കൂടെ നീ ഇങ്ങനെ നടക്കുന്നത് എന്തിനാണ്? എന്റെ അഭിമാനമെന്ന മരത്തിന് ക്ഷതമേൽപ്പിക്കാൻ നിന്റെ ഈ വാക്കുകൾ കൊണ്ടുള്ള കല്ലേറെന്തിനാണ്? മര്യാദയ്ക്ക് നീ നിന്റെ പണി നോക്ക്. അങ്ങനെയല്ലെങ്കിൽ നിന്റെ സൽപ്പേര് എന്ന കൃഷിയിടത്തിൽ ഞാൻ ദുഷ്പേര് എന്ന വിത്ത് വിതയ്ക്കും. വഴക്ക് കൂടുന്നത് ഡോക്ടർ ബാലു, എന്റെ അച്ഛന്റെ മുടി കൊഴിയുന്നുണ്ട്. ഇദ്ദേഹമാണ് എന്റെ അച്ഛനെ ചികിത്സിക്കുന്നത്. അതുപോലെ തന്നെ വൈദ്യരെ, ഇത് ഡോക്ടർ ബാലു ആണ്. ഞാൻ ഇദ്ദേഹത്തിന്റെ ഒപ്പമാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത്. അതേതായാലും കലക്കി. തോട്ടത്തിൽ ഞാൻ ഇന്നലെ കണ്ടത് ചേമ്പാണ്. ഇവരെന്തിനാ പരിചയപ്പെടുത്തുന്നത്? ഇവര് സഹോദരന്മാരാണ്. അത് കൊള്ളാലോ. നിങ്ങൾ രണ്ടാളും സഹോദരങ്ങളായിരുന്നോ? എങ്കിൽ പിന്നെ നിങ്ങൾ സംസാരിച്ചു നിൽക്കൂ, ഞാൻ പോവുകയാ. അച്ഛൻ എന്നെ കാത്തിരിക്കുകയായിരിക്കും. ബൈ. ഇവിടെ വരൂ. താങ്കളുടെ മനസ്സെന്ന പൂന്തോട്ടത്തിൽ നിന്നും മധുവെന്ന പൂച്ചെടി വേഗം പിഴുതു കളയൂ. മധു എന്റെ സുഹൃത്തായി മാറും. അവൾ എന്റെ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. മാത്രമല്ല അവൾ എന്റെ ഫാനാണ്. ഞാൻ സൈക്കിളാണെങ്കിൽ അവൾ വാനാണ്. നീ അവളെ കുറിച്ച് സ്വപ്നം കാണുന്നതെല്ലാം വേസ്റ്റ് ആണ്. അവൾ എന്റെ സുഹൃത്താവും. ഇവിടെ വരൂ. കാന്താരി കൊണ്ട് രസായനം ഉണ്ടാക്കി മര്യാദയ്ക്കല്ലെങ്കിൽ 3 നേരം കുടിപ്പിക്കും ഞാൻ. മനസ്സിലായോ? അല്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നേ? മധു ഡോക്ടർക്ക് ആരെയാണ് ഇഷ്ടമാണെന്ന് വെച്ചാ അത് അവര് തീരുമാനിക്കട്ടെ. അതെ, വളയിട്ട കൈകൾക്ക് എന്തിനാണ് വിലക്ക്? മധു ഡോക്ടറുടേതാണ് അവസാന വാക്ക്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അവരെ ഇംപ്രസ് ചെയ്യാൻ നോക്ക്. അവർക്ക് ആരോടാണോ ചങ്ങാത്തം കൂടാൻ താല്പര്യമുള്ളത് അയാൾ അവരുടെ സുഹൃത്താവും. സംശയമുണ്ടോ? ഇവിടെ വരൂ. ആദ്യം ഭക്ഷണം ഒന്ന് കഴിച്ചോട്ടെ, പിന്നീട് സലാഡ് കഴിക്കാം. ഇതാണ് നിങ്ങളുടെ ഭക്ഷണം, അതാണ് ഫിറ്റ്നസിന്റെ ലക്ഷണം.
ആ ഇപ്പൊ നിങ്ങൾ നല്ല സ്മാർട്ട് ആയല്ലോ. ആഹാ. അല്ല മധു ഡോക്ടർ എന്താ ഇവിടെ? വരൂ, ഡോക്ടർക്ക് ഞാൻ ഹോസ്പിറ്റൽ വരെ ലിഫ്റ്റ് തരാം. താങ്ക് യു വൈദ്യ ബാലു. മധു വരൂ, ഞാൻ നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ഓഹോ, വീട്ടിലെ ബൾബ് ഫ്യൂസ് ആയാൽ മാറ്റിയിടണം. ഇടയ്ക്കിടയ്ക്ക് ആ ബുദ്ധിയും കൂടെ ഒന്ന് യൂസ് ചെയ്യണം. അടികൈ. അല്ല, അവർ വൈദ്യരുടെയും ഡോക്ടറുടെയും ഫാൻ അല്ലേ, അത് വെച്ച് ഇംപ്രസ് ചെയ്യാം. ഇവിടെ വരൂ. നിങ്ങളല്ലേ പറഞ്ഞത് ഡോക്ടർ മധുവിന്റെ ഇഷ്ടം പിടിച്ചു പറ്റണമെന്ന്? അതിന് ഞങ്ങൾ എന്തൊക്കെ ചെയ്തു? ഭക്ഷണത്തിന് പകരം സലാഡാക്കി മാറ്റി. എന്നിട്ടിപ്പോ ഈ സമയത്ത് ഔഷധങ്ങൾ കൊണ്ട് ഇംപ്രസ് ചെയ്യാൻ പറയുന്നു. ഔഷധങ്ങൾ കൊണ്ടും ഡോക്ടർ കൊണ്ടുമാണ് ഇംപ്രസ് ചെയ്യിക്കേണ്ടിയിരുന്നതെങ്കിൽ പിന്നെന്തിനാണ് ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്? സ്വന്തം തലച്ചോറന്ന കുപ്പിയിൽ നിന്നും കൺഫ്യൂഷന്റെ ഉപ്പ് വിതരാതിരിക്കൂ. ഇപ്പോ മധുവിനെ ഇംപ്രസ് ചെയ്യാനുള്ള വഴി പറഞ്ഞു തരൂ, അല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനെയും കെട്ടിപ്പൂട്ടി റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടും. ഡോക്ടർ മധു നല്ല വിദ്യാഭ്യാസമുള്ള ആളാ. നിങ്ങൾ എന്താ വിചാരിച്ചത് ഫിറ്റ്നസിലൂടെ അവരെ ഇംപ്രസ് ചെയ്യാമെന്നോ? ഈ അധ്വാനമെല്ലാം നിങ്ങൾ അവരുടെ സൗഹൃദത്തിന് വേണ്ടിയാണ് ചെയ്തത്. ഇനി ഇംപ്രസ് ചെയ്യുകയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി കൊണ്ട് മാത്രമേ സാധിക്കൂ. ഈ രണ്ട് സഹോദരന്മാര് ഏകദേശം എന്നെ പോലെ തന്നെയാ, കഴുതകളാ. ഹണി പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഒന്ന് ഉപയോഗിക്കേ, അല്ലെന്നുണ്ടെങ്കിൽ ഹണി പറയുന്നത് സത്യമാവും. സംശയമുണ്ടോ? ഡോക്ടർ വേഗം വരൂ. ഹണിക്ക് എന്താ സംഭവിച്ചൊന്നും നോക്കൂ. പേടിക്കാതിരിക്കൂ. ഹണി എവിടെയാ? ഹൈ ഹൈ, ഞാനൊരു വലിയ വവ്വാലാണ്. ഹണിക്കെന്താ പറ്റിയത്? ഇതിൽ കൂടുതൽ ഇവന് ഇനി എന്ത് പറ്റാനാ ഡോക്ടറെ? കണ്ടില്ലേ, രണ്ട് കാല് തൂങ്ങി വവ്വാലിനെ പോലെ കിടക്കുന്നത്. സംശയമുണ്ടോ? ഇവിടെ വരൂ. ഇവന്റെ തലയ്ക്കകത്ത് തലച്ചോറുന്ന പാളത്തിൽ ഭ്രാന്ത് എന്ന പുഷ്പുൾ ട്രെയിൻ ഓടുകയാണ്. അത് ഞാനിപ്പോ ശരിയാക്കി തരാം. അയ്യോ സാരദ, എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇവന്റെ തലയിലെ ബ്ലഡ് സർക്കുലേഷൻ ശരിയായ രീതിയിലാവും. പിന്നീട് ഇവൻ നോർമലായി തീരുന്നതാണ്. പക്ഷേ ഹണി ഇതുപോലെ മരത്തിലും തലകീഴെ കുറെ നേരം കിടന്നതാണല്ലോ. ഇവിടെ വരൂ. തലതിരിഞ്ഞ ഡോക്ടർ തല്ലിപ്പൊളി ചികിത്സ ചെയ്ത് പാവഹണിയും തലതിരിഞ്ഞു. ഇനി ഏതായാലും ഞാൻ ഇവനെ ചികിത്സിക്കാം. ഇവന്റെ തലയിൽ ഗ്യാസ് നിറഞ്ഞിരിക്കുകയാണ്. വേഗം ഈ ചൂർണം കഴിക്കൂ. ഞങ്ങൾ ദൂരെ നിന്നാണ് വന്നിരിക്കുന്നത്. ഇത് കാണാതെ പോകാൻ ഞങ്ങൾ കഴുതകളല്ല. അതുകൊണ്ട് വേഗം തുടങ്ങാൻ നോക്ക്. അല്ലെങ്കിൽ ഞങ്ങളുടെ കാശ് മര്യാദക്ക് തിരിച്ചു തരാൻ നോക്ക്. ഈ പ്രോഗ്രാം ഇന്നെങ്കിലും തുടങ്ങുമോ? ആർക്കറിയാം. കൂട്ടുകാരെ, പ്രോഗ്രാം കാണാൻ ആൾക്കാർ കൂടി കൂടി വരിക. മോഡൽസ് എല്ലാം റെഡിയാകുന്നത് വരെ പബ്ലിക്കിനെ എങ്ങനെയെങ്കിലും നിയന്ത്രിച്ചേ മതിയാകൂ ബനി. ആ ജോലി ചെയ്യാൻ ഒരേ ഒരു കുരങ്ങൻ മാത്രമേ കഴിയൂ. അല്ല, നിങ്ങൾ എന്തിനാ എന്റെ നേരെ നോക്കുന്നത്? എന്നെ കൊണ്ടൊന്നും പറ്റില്ല, പറഞ്ഞേക്കാം. സംശയമുണ്ടോ?
സഹോദരന്മാരെ, നിങ്ങൾക്ക് വേണ്ടി ഇതാ ഈ സ്റ്റേജിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു സിനിമാറ്റിക് ഡാൻസ്. ഈ ഡാൻസർ ലോക പ്രശസ്തയാണ്. പ്ലീസ് വെൽക്കം വേൾഡ് ഫേമസ് ഡാൻസർ മിസ് പപ്പട്ടിയ. അതെ, ഞങ്ങൾക്ക് പോപ്പട്ടിന്റെ ഡാൻസ് അല്ല കാണേണ്ടത്. ഞങ്ങൾക്ക് കാണേണ്ടത് കോമ്പറ്റീഷൻ ആണ്. കോമ്പറ്റീഷൻ തുടങ്ങാൻ നോക്ക്, വേഗം ആകട്ടെ. അയ്യോ, എന്റെ മേക്കപ്പ് എല്ലാം പോയല്ലോ. ഇനിയിപ്പോ ഞങ്ങൾ ആ ഷോയിൽ എങ്ങനെ പങ്കെടുക്കും? മേഡം അങ്ങനെ അങ്ങ് ചിരിച്ച് സന്തോഷിക്കാൻ വരട്ടെ. എല്ലാം ഇപ്പൊ നിൽക്കും. അല്ലെങ്കിൽ വരാനുള്ളത് വഴിത്തെങ്കിലെന്ന് പറയുന്നത് ശരിയാണ്. എനിക്കിപ്പോൾ തന്നെ പോണം. ഷോയ്ക്കുള്ള ടൈം ആകാറായി. അയ്യോ, ഈ വേഷത്തിൽ പോയ ആൾക്കാർ ചിരിക്കും, ഷോയും കൊളാവും. ഓഡിയൻസിന്റെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പൊ തന്നെ ഈ ഷോ തുടങ്ങിയേ മതിയാകൂ. ഇത് കണ്ടിട്ട് പുതിയ ഏതോ ഹെയർ സ്റ്റൈലാണെന്നാ തോന്നുന്നേ. ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, ശരിയാവുമെന്ന്. വൗ, എന്താ ഒരു ഫാഷൻ. അതെ അതെ, ഇത് നമ്മൾ ഉദ്ദേശിച്ച ഗ്രഹമല്ല. ഇത് വേറെ ഏതോ ഗ്രഹമാണെന്നാ തോന്നുന്നത്. ഇവരെ കണ്ടിട്ട് നമ്മളെക്കാൾ അപകടകാരികളാണെന്നാ തോന്നുന്നത്. ഗുരുജി, ഇവർക്ക് നമ്മൾക്കുള്ളത് പോലെ വിദ്യുത് രശ്മികളുണ്ട്. മാത്രമല്ല അത് ഉപയോഗിച്ചാണ് ഇവർ നമ്മൾ ആക്രമിക്കാൻ നോക്കുന്നത്. ഗുരുജി, जी बाबा जी पट 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 चा ग्रुर जा. ഗുരുജി പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ മാർസാപൂരിൽ നിന്നാണ് വരുന്നതെന്നാ. അത് ശരി. അപ്പൊ നിങ്ങൾ ഏലിയൻസ് ആണോ? गुल 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 कर 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 गुल गुल कर 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 चंग 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 चंग. ഞാനാകെ ഏലിയൻസ് ആണോ അല്ലോ എന്നല്ലേ ചോദിച്ചുള്ളൂ. അത് തന്നെയാണ് ഗുരുജി പറഞ്ഞത്. പക്ഷെ നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്നത്? Cosmos. ഇതെന്തോ ചെറിയ കാര്യമാണെന്നാ തോന്നുന്നത്. അയ്യോ അതല്ല, ഗുരുജി പറയുന്നത് ഞങ്ങൾ ഇവിടേക്ക് വഴിതെറ്റി വന്നതാണെന്നാണ്. പക്ഷെ ഞങ്ങൾ വന്നിറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത് സത്യത്തിൽ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല.